എന്തുകൊണ്ടാണ് നിങ്ങളുടെ എക്സ് നിങ്ങളെ വിട്ടിട്ട് പോയതെന്ന് നിങ്ങൾക്ക് യാതൊരു ഐഡിയയുമില്ല. അതെന്താണ് എന്നറിയുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പറയുന്നത് നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളെ ഡിസ്ട്രസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ പുറത്ത് കടന്നിരിക്കുകയാണെന്നാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളിപ്പോഴും ഒരു ഡാർക്ക് എനർജിയിൽ തന്നെയാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്. ഇത് നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു റീബർത്ത് സിറ്റുവേഷനാണ് ഈ കാർഡ് കാണിക്കുന്നത്. കാരണം ഡെത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു റീബർത്താണ്. കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. അത് നിങ്ങൾ ഓർക്കണം. ഈ കഴിഞ്ഞു പോയ സാഡ് സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം എന്താണോ അതെന്ത് തന്നെയാണെങ്കിലും ഈ റീബർത്ത് സിറ്റുവേഷൻ നിങ്ങളെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും. നമുക്കിപ്പോൾ ഒരിക്കലും ആ പഴയ സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. പിന്നീട് നിങ്ങൾക്കൊരു പുതിയ ഓഫർ കിട്ടി, നിങ്ങൾക്ക് ജോലിക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ പോലും പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് പഴയതിലേക്ക് പോകാൻ പറ്റില്ല. ഇനി പഴയ ഒരു ഓഫീസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്ത് ജോലിയാണെങ്കിൽ പോലും പഴയ നിങ്ങളുടെ റോൾ എന്തായിരുന്നോ അതിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. ആ ഒരു ബന്ധം എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഇപ്പോൾ ആ റിലേഷൻ തന്നെയാണെങ്കിൽ പോലും ആ റിലേഷൻ്റെ ഒരു പുതിയ വേർഷൻ തന്നെയായിരിക്കും. ഒരിക്കലും ആ പഴയ റിലേഷൻ ആയിരിക്കില്ല. കാരണം അതിൽ നമ്മൾ മെൻ്റലി എന്തായാലും നമുക്ക് കുറച്ച് ഡിഫറൻസും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും അതിൻ്റെ എക്സാക്റ്റ് വേർഷൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റങ്ങളെ നമ്മൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കരുത്. ഈ ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത് അൺഅവോയ്ഡബിൾ ആണ്. ഇതൊരു ഡിവൈൻ ടൈമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും തിരിച്ചെടുത്തത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് യൂണിവേഴ്സിനറിയാം. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും ഇതെല്ലാം തിരിച്ചെടുത്തത്. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ പറയുകയാണ് എനിക്കിപ്പോൾ ഇതെല്ലാം തിരിച്ചു വേണമെന്ന്. എന്നാൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും ഒരിക്കലും അതൊന്നും ഇനി വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. 6 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസും ജസ്റ്റിസും. ഈ രണ്ടും കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻ ശരിക്കും നിങ്ങൾക്കൊരു ഫെയർ ആയിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ പേഴ്സ്പെക്റ്റീവിൽ അത് നോക്കിയിരുന്നുമില്ല. നിങ്ങൾ ഇതിൽ തന്നെ നിങ്ങളെ കുരുക്കിയിടുകയായിരുന്നു. അതായത് ഇതെൻ്റെ കർമ്മയാണ്, ഇതെൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം ഇതിൽ നിന്ന് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ജസ്റ്റിസ് പറയുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ഈ റിലേഷൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്വയം ഇതിൽ നിന്നും പുറത്ത് കടന്നില്ല എങ്കിൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ശരിക്കും സ്റ്റക്കായി പോകും. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടേതായ വേർഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുകയുമില്ല. ഇത് ശരിക്കും നെസസറി ആയ ഒരു കാര്യമാണ്. നിങ്ങൾ ആക്ച്വലി ഇത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും അതെടുത്തു മാറ്റി. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്ന്. നിങ്ങളിപ്പോഴും അതിങ്ങനെ ഓർത്ത് കരഞ്ഞ് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാലൻസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനും അല്ല. ഈ ഹൈ പ്രീസ്റ്റ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അതിന് ചെവി കൊടുക്കാറില്ല. കാരണം ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്ത് വിടും. പക്ഷെ സഡൻലി ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളാണ് ശരി എന്നുള്ളത്. ആ സർഫസിലെ കാര്യങ്ങൾ നടന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളാണ് ശരി എന്നുള്ളത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എപ്പോഴും നിങ്ങളോട് പറയുമായിരുന്നു ഇതിൽ നിന്നും എങ്ങനെയും പുറത്ത് കടക്കണമെന്ന്. എന്നാൽ എപ്പോഴും നിങ്ങളത് ഇഗ്നോർ ചെയ്യുമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്നാണ്. ഒരിക്കലും അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. കുറച്ച് കാര്യങ്ങൾ സഡൻലി നടന്നിരുന്നു. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ അത് ആ സ്വയം സിറ്റുവേഷൻസ് തന്നെ പ്രൂവ് ചെയ്തു നിങ്ങൾ ശരിയാണെന്നുള്ളത്. സത്യത്തിൽ നിങ്ങൾ ഇതെല്ലാം
അവോയ്ഡ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഫൈറ്റുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു. നിങ്ങൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്താൽ അവിടെ ഈഗോ വർക്കൗട്ട് ആവുകയും ഒരുപാട് ഫൈറ്റുകൾ ഉണ്ടാവുകയും ചെയ്യും. അത് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഇവിടെ നമുക്ക് 9 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നില്ല. നിങ്ങളുടെ സെൽഫ് ലവിന് നിങ്ങൾ ഒരിക്കലും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുമില്ല. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പലതവണ പറഞ്ഞു നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം, നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ആകണം എന്നൊക്കെ, നിങ്ങൾക്കിത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും അതിന് പ്രയോറിറ്റി കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഡയറക്റ്റ് നിങ്ങളിൽ നിന്നും അതെടുത്തു മാറ്റി. അല്ലെങ്കിൽ നിങ്ങളുടെ ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും മാറുവാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴും ഈ ഒരു വേർഷനിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ കുരുങ്ങിക്കിടക്കുമായിരുന്നു. ഇവിടെ കണ്ടോ, നമ്മൾക്ക് എംപ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ലൈഫിൽ ചെയ്തിരുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ ചെറുതാക്കിയിട്ട് മറ്റുള്ളവരെ ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുമായിരുന്നു. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് നിങ്ങളെപ്പോഴും സപ്രസ് ചെയ്ത് വെക്കുമായിരുന്നു. നിങ്ങളെ തിരികെ ഒരു സ്റ്റാർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇതെല്ലാം നിങ്ങളിൽ നിന്നും കട്ട് ചെയ്തത്. നിങ്ങളെ ഫുൾ എംബ്രസ് എനർജിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇത് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും ഈ റിലേഷനും എല്ലാം എടുത്തു മാറ്റി. ഇതിപ്പോൾ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നുമുള്ള ഒരു കോളാണ്. ഇതല്ല നിങ്ങളുടെ എനർജി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ദൈവം തീരുമാനിച്ചതാണ് നിങ്ങളുടെ എംബ്രസ് എനർജി. അതിലേക്ക് തിരികെ വരുവാൻ പലതവണ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. നിങ്ങളതെല്ലാം അവോയ്ഡ് ചെയ്തതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് അതെല്ലാം നിങ്ങളിൽ നിന്നും ഡയറക്റ്റ് എടുത്തു മാറ്റി. നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലർ അവരുടേതായ ഒരു വേൾഡ് കിങ്ഡം സൃഷ്ടിക്കുന്നത്? അതിപ്പോൾ ബിസിനസ്സിലാകാം, അവരുടെ ഒരു പ്രൊഫഷനിലായിരിക്കാം. അങ്ങനെ ഒരു എനർജി ആണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകും. നിങ്ങളുടെ ഉയർച്ചയെ തടയുന്ന ആ ഗാർബേജസ് എല്ലാം നിങ്ങൾ റിമൂവ് ചെയ്ത് കളയും നിങ്ങളുടെ ലൈഫിൽ നിന്നും. നിങ്ങളത് ഹോൾഡ് ചെയ്തപ്പോൾ യൂണിവേഴ്സ് ഫോഴ്സ്ഫുള്ളി നിങ്ങളിൽ നിന്നും അതെടുത്ത് മാറ്റി. കാരണം ആ ഗാർബേജസ് എല്ലാം നിങ്ങൾ വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറില്ലാത്തത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് ഫോഴ്സ്ഫുള്ളി അത് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റി. ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ എംബ്രസ് എനർജിയിൽ നിൽക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ എംബ്രസ് എനർജിയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഒരു ടോക്സിക് റിലേഷൻ ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എന്തായാലും പുറത്ത് കിടക്കണം. കുറേ നാൾ കണ്ടിന്യൂസ് ആയി അതിലിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം അതിനോട് യൂസ്ഡ് ആകും. അതാണ് നമ്മളുടെ സേഫ്റ്റി എന്ന് ആ സിസ്റ്റം തിങ്ക് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നേ മതിയാവൂ. അതിന് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ EFT ടാപ്പിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് EFT ടാപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട് സൈഡ് നിന്ന് ഐസ് ക്ലോസ് ചെയ്ത് സൺലൈറ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുക. അതൊരു വളരെ നല്ല കാര്യമാണ്. അത് മോർണിംഗിലായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തുകൂടെ ബെയർ ഫുട്ടായിട്ട് നടക്കുക, ബോഡി ഷേക്കിംഗ്, ഡാൻസിങ്, ഇതൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. അതുപോലെ നമ്മുടെ ബോഡിയെ സ്വയം ഹഗ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക, പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ സേഫാണ്, ഹാപ്പിയാണ് എന്ന് നിങ്ങളുടെ ബോഡിക്ക് തോന്നി തുടങ്ങിയാൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പാനിക്കാണോ, ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ്സ് കരയാം. അതൊരു 10 മിനിറ്റ്സ് മാത്രം മതി. അതിനുശേഷം നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളൊരു സ്റ്റാറാണ്, നിങ്ങളൊരു എംപ്രസ് ആണ്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്.